ഹായ്, എന്നായിട്ട് സുഖമല്ലേ? അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇറ്റലി ജർമ്മനി ട്രിപ്പിൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണ് കേട്ടോ. നമ്മൾ രാവിലെ എണീറ്റ് പോകാനുള്ള പരിപാടി കേട്ടോ. ഇനിയിപ്പം 5 മണി ആകുന്നേ ഉള്ളൂ, 4:47. അപ്പോൾ എല്ലാവരും പോകാനുള്ള പരിപാടിയാണ്. ഇത് കണ്ടോ, അപ്പുറമെല്ലാം കണ്ടോ, വണ്ടിയെല്ലാം സ്റ്റാർട്ടിങ്ങിലാണ് കിടക്കുന്നത്. ഞാൻ സ്റ്റാർട്ടാക്കിയിട്ടില്ല, നമുക്ക് പോകാനുള്ള ആയിട്ടില്ല. അതുകൊണ്ട് വെറുതെ സ്റ്റാർട്ടാക്കി ഇടണ്ടെന്ന് വെച്ചിട്ട് ഞാൻ സ്റ്റാർട്ടാക്കിയില്ല കേട്ടോ. അതാണ് എൻ്റെ ഈശോ കേട്ടോ. ഇന്നലെ നമ്മളിവിടെ കിടന്നൊരു പമ്പാട്ടോ, ഒരു മൂട്ട പമ്പ്. എല്ലാവരും സമയമാകാൻ വേണ്ടി കാത്തിരുന്ന കേട്ടോ, എല്ലാവരും എടുത്ത് വിട്ടു. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഇവിടെയാണ് നമ്മൾ സാധാരണ വന്നു കഴിഞ്ഞാൽ ബിഗിനിങ് കൺട്രി അടിക്കുന്ന സ്ഥലം കേട്ടോ. ഇവിടെ വന്നിട്ട് ബിഗിനിങ് കൺട്രി അടിച്ചിട്ടാണ് പോവാറ്. ഇവിടെയൊക്കെ വണ്ടി ഇടാം, തൊട്ടപ്പുറം വണ്ടി ഇടാം. താവട്ടെല്ലാം വലിയ കുഴിയാന്ന് കേട്ടോ. വണ്ടിക്കാരൊക്കെ ഇറങ്ങി. ഈ സമയത്ത് പോയില്ലെങ്കിൽ പിന്നെ അത്യാവശ്യം ബ്ലോക്കായി തുടങ്ങും കേട്ടോ. അതുകൊണ്ട് എല്ലാവരും ഒരു മയത്തിലങ്ങ് പോകുന്നത്. അപ്പോൾ വണ്ടി സൈഡ് തിരിയുമ്പോൾ കണ്ടോ ലൈറ്റ് എത്തിയ, ഇനി ഇപ്പുറത്തേക്ക് തിരിയുമ്പം കത്തും. കത്തിയില്ല, എന്താണെന്നറിയില്ല. ജർമ്മനി കയറി ഡച്ച് ലാൻഡ്. ജർമ്മനീൻ്റെ ബ്ലോക്കാട്ടോ, ചെറിയ ബ്ലോക്കല്ല, ബാക്കോട്ടൊക്കെ ഫുള്ള് ബ്ലോക്കാണ്. ബോർഡറാണ്, ബോർഡർ രണ്ട് കൂടുന്നുണ്ട് കേട്ടോ. മേഘമാണോ എന്താണെന്ന് അറിയത്തില്ല, മഴ വരുന്നുണ്ടെന്ന് തോന്നുന്നു. 99 നമ്പർ റോഡിലാണ് ഉള്ളത് കേട്ടോ. നല്ല മഴ വരുന്നുണ്ട്. നമ്മൾ സ്പെയിനിലൊക്കെ ആൾക്കാരുണ്ടല്ലോ, അപ്പോൾ അവിടെ വിളിച്ചപ്പോൾ അവിടെയൊക്കെ മഴയാന്നൊക്കെ പറയുന്നുണ്ട്. ഫ്രാൻസിൽ മഴയുണ്ട്. ഇവിടെ എന്താ മഴയില്ലാത്തതെന്ന്? മഴ പെയ്യും കേട്ടോ, ഉറപ്പായിട്ട് പെയ്യാൻ സാധ്യതയുണ്ട്. നോക്കാം. അടിപൊളി റോഡല്ലേ, എന്താ അടിപൊളി കളർ ടോൺ നോക്കി. നല്ല രസമുണ്ട് കേട്ടോ, സ്ഥലങ്ങൾ കാണാൻ വേണ്ടി അടിപൊളി. ബ്യൂട്ടി. അതായത് ഈ ജർമ്മനിയിൽ നമ്മൾ 8 നമ്പർ റോട്ടിലുള്ള ഇപ്പോൾ രാവിലെ ആയതുകൊണ്ട് നല്ല രസമുണ്ട്. വണ്ടിയെല്ലാം ഉള്ള ഒരുമാതിരി പോക്കാ പോകുന്ന കേട്ടോ ഇറക്കത്ത്. അത്യാവശ്യം നല്ല ഇറക്കവും കാര്യങ്ങളൊക്കെ ഉള്ള റോഡാണ്. ദിവസം എനിക്ക് കൃഷിസ്ഥലമൊക്കെ കണ്ടോ, നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്നത്. നല്ല ഇറക്കം കേട്ടോ, പിടുത്തം വിട്ട ഇറക്കങ്ങളൊക്കെയാണ്. അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത പീക്ക് ഇറക്കം. കളറ് കണ്ടോ, റോഡിൻ്റെ ചുമപ്പ് കളർ കേട്ടോ. ഇവിടെ ഒരു പള്ളിയുണ്ട്. പള്ളി ഇഷ്ടംപടി ഉണ്ടല്ലോ അതിലെല്ലാം ആയിട്ട്. ഇറക്കം കയറ്റം ഇതന്നെ പരിപാടി. 8 നമ്പർ റോഡിൽ വണ്ടി ഓടി കയറും. നമുക്കിനി ആപ്പടെ 272 കിലോമീറ്റർ കൂടി ഓടാവുള്ളൂ. അതുകൂടി കഴിഞ്ഞാൽ കേട്ടോ. ചെറുങ്ങനെ ചെരിച്ചിട്ട് പുല്ല് വെച്ച് പിടിപ്പിച്ചിട്ട് കണ്ടോ, എന്ത് രസമാണെന്ന് നോക്കി. മഴേൻ്റെ കാര്യം നമ്മൾ പറഞ്ഞില്ലായിരുന്നോ? മഴ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ മഴ പെയ്തു തുടങ്ങി.
വോൾവോ കയറി പോകുന്നുണ്ടോ? വോൾവോക്ക് സ്പേസ് ഇല്ലാണ്ട് ആർട്ട് ബ്ലൂവിൻ്റെ ടാങ്ക് അടിച്ചു വെച്ചിരിക്കുന്നത് മറ്റേ ഇതിൻ്റെ ബേക്കിലാണ് ഹെഡിൻ്റെ നേരെ ബേക്കിൽ അടിച്ചു വെച്ചിരിക്കുന്നത്. അത് നല്ല പരിപാടിയാണല്ലോ, കൊള്ളാമല്ലോ. വെറുതെ സ്പേസ് കളയേണ്ട ആവശ്യമില്ല. നല്ല അടിപൊളി സ്ഥലം കേട്ടോ. എവിടെ നോക്കിയാലും നല്ല രസമുണ്ട് ഇവിടെ. കുറച്ച് ബാക്കോട്ട് ഞാനിപ്പം വന്ന സ്ഥലത്തെല്ലാം ഇങ്ങനെ ചെറുതായിട്ട് ഇലകളൊക്കെ ഇങ്ങനെ ഒന്ന് ചെറുങ്ങനെ കരിയുന്നുണ്ടായിരുന്നേ. ഇവിടെ വന്നപ്പോഴത്തേക്ക് അതൊക്കെ മാറി ഫുൾ പച്ചപ്പും പരിതാപകരമായി. നല്ല രസമുണ്ട്. രണ്ട് സൈഡ് കണ്ട ഇതേപോലെ ആയിരിക്കണം സ്ഥലമൊക്കെ. എന്താ രസമായിരിക്കുമല്ലേ കാണാൻ. ഇത് എന്ത് ഒരു ഭയങ്കര ഒരു റിച്ച് ഒരു ഫീലിങ്. കൊള്ളാം. ഒരുത്ത് നമ്മൾ ഓവർടേക്ക് അടിക്കാൻ വരുന്നുണ്ട്, പറന്നടിക്കുന്നുണ്ട്. താവട്ടെല്ലാം കണ്ട ഫുള്ള് പച്ചപ്പ്, നല്ല അടിപൊളി പച്ചപ്പോ കേട്ടോ, ഒരു രക്ഷയില്ല. നമ്മളിപ്പോൾ 88 കിലോമീറ്റർ സ്പീഡിലാണ് പോകുന്നത്. നമ്മളെ അടിക്കുന്ന വേണ്ടി ഒരുത്തം വരുന്നുണ്ട്, പറന്നടിക്കുന്നുണ്ടാ. ഇപ്പം 85 കേട്ടാ. ക്രൂയിസ് ഇടയ്ക്കിടയ്ക്ക് കട്ടാവും, കാരണം ആക്സിലിൽ ലോഡ് ഇല്ലാണ്ട് വരുമ്പോൾ നമ്മുടെ വണ്ടി കട്ടായി പോകും. എന്നപ്പോൾ പിന്നെ ഈ ക്രൂയിസ് കൺട്രോളിൽ ഒരു ഓപ്ഷൻ ഉണ്ട്, അത് പ്ലസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല. അവനും കയറി. കൊള്ളാട്ടോ, അടിപൊളി സ്ഥലം അല്ലേ, നല്ല രസമുണ്ട്. ഇത്രയും നല്ല പച്ചപ്പായിട്ടുള്ള സ്ഥലങ്ങൾ ഞാൻ കണ്ടിട്ടില്ല എന്നല്ല, വന്നപ്പോൾ കുറച്ച് കുറവായിരുന്നു. ഇത്രയും അടിപൊളിയായിട്ട് കണ്ടിട്ടില്ല. അപ്പം അതുകൊണ്ട് പറഞ്ഞ കേട്ടോ. ഫുഡൊന്നും കഴിച്ചിട്ടില്ല, സമയം 9:30 നമുക്ക് ഇനിയിപ്പോൾ ഇവിടെ ഒരു WC ഉണ്ട്, അവിടെ കയറും 1000 മീറ്റർ. ഇവിടുത്തങ്ങളിൽ എന്താണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മിററിൽ നോക്കുന്ന പോലെ മീറ്റർ കൺസോളിൽ ഇടയ്ക്കിടയ്ക്കേ നോക്കിക്കൊണ്ടിരിക്കണം. സ്പീഡ് കയറുന്നുണ്ടോ ഇല്ലെങ്കിൽ പ്രശ്നമാണ്. ചില സമയത്ത് ഇത് പിടുത്തം വിട്ടങ്ങ് ഭയങ്കരമായിട്ട് കയറിപ്പോൾ 100-150 കയറിപ്പോൾ. അതേക്കൂട്ട് ഇറക്കങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയല്ല, ഞാനങ്ങനെ ഒന്ന് ചെറുക്കനെങ്ങും പറഞ്ഞെന്നുള്ളൂ കേട്ടോ. അങ്ങനെ ഒന്നും കയറില്ല. 100-110 പുല്ല് പോലെ കയറിപ്പോവും ആശാൻ. ഒരുമാതിരി കയറ്റം കയറും. അപ്പോൾ നമ്മളെ WC ഇതാ. പട്ടിക്കാട്ടിലാവുന്നതല്ല. കുഴപ്പമില്ല, ഫുഡെല്ലാം അടിച്ചിട്ട് പോവാനി. അതാണ് കാർ പാർക്കിങ്ങിൻ്റെ മുമ്പോട്ട് ട്രക്ക് പാർക്കിങ് ഇവിടെ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ടോ. വലിയ പാർക്കിംഗ് ആട്ടോ. ഇതിലടിക്കാം. ചിലവരൊക്കെ ഇവിടെ ഇങ്ങനെ വണ്ടി കൊണ്ട വെച്ചിട്ട് വണ്ടി റിവേഴ്സ് എടുത്ത് 1-2 പ്രാവശ്യമൊക്കെ റിവേഴ്സൊക്കെ എടുത്ത് വെക്കുന്ന കാണാം. നമ്മൾ പൊതുവേ അങ്ങനെ വെക്കാറില്ല. നമ്മൾ അങ്ങനെ കൊണ്ടുപോയി വെക്കാറില്ല. നമ്മൾ നേരെ കൊണ്ട് വെക്കുക. കഴിഞ്ഞ പരിപാടി. ഫുഡടി ആട്ടാ. അങ്ങനെ മഴ തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല മഴ. കാറ്റാടി നിൽക്കുന്ന കാറ്റാടി, കുഞ്ഞി കാറ്റാടി. അതിൻ്റെ മേലെ കൊണ്ടുപോയിട്ട് സോളാർ പാനൽ വെച്ചിട്ടുണ്ട്. ഓ കൊള്ളാമല്ലോ പരിപാടി. മൊത്തത്തിൽ മഴയായി. എന്നാലും അങ്ങനെയൊന്നും നമ്മുടെ ഈ റോഡ് അങ്ങനെയൊന്നും തെന്നിപ്പോകുന്നില്ല കേട്ടോ. മഴയാണേലും നമ്മുടെ നാട്ടിലൊക്കെ ആണ് റോഡ് തെന്നും, സ്പീഡിൽ പോയിട്ട് വാരി ഓടിച്ചാലൊക്കെ തെന്നിപ്പോകും. പക്ഷേ ഇവിടെ അങ്ങനെ തെന്നുന്നത് കാണാറില്ല. ഞാൻ നോക്കിയായിരുന്നു. പക്ഷേ പോളണ്ടിൽ തെന്നുന്നുണ്ട് കേട്ടോ. പോളണ്ടിൽ ലോക്കൽ റോഡിലൊക്കെ പോയപ്പോൾ തെന്നിപ്പോയായിരുന്നു. വണ്ടി ഇങ്ങനെ വാരുന്നത് നമുക്ക് ഫീൽ ചെയ്യും. 8-ാം നമ്പറിലുണ്ട് കേട്ടോ. 8-ാം നമ്പർ ഒരു ഇറക്കമാണ്, ഒരു മല. അത്യാവശ്യം പീക്ക്, അത്യാവശ്യം കുറച്ച്
നല്ലൊരു ഇതുള്ള സ്ഥലമാണ്. ഭയങ്കര ഹൈറ്റ് കൂടിയൊരു സ്ഥലം കേട്ടോ. കണ്ട ഒരു ഗുഹയാണോ ടണലാണോ എന്തുവാണോ പറഞ്ഞോണ്ടാ. റോഡ് ചെറിയ റോഡ്, സ്പീഡ് ലിമിറ്റ് 50 അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളത്. അമ്പയിലേ പോകാൻ പറ്റുള്ളൂ, ഇല്ല ഊരിക്കുത്തി പോകും കേട്ടോ. അതുകൊണ്ടാണ് താവട്ടെല്ലാം കണ്ട വലിയ കുഴിയാ. അവരൊക്കെ വെടിയും മേലെ പോകുന്നുണ്ട്. അവന്മാരുടെ റെട്ടാർഡറൊക്കെ കൊള്ളാൻ തോന്നും കേട്ടോ. നമ്മുടെ ഒന്നും താങ്ങുന്നില്ല, നമ്മുടെ ഫുള്ളോടാ കൊണ്ട് താങ്ങുന്നില്ല, അങ്ങ് പോക്ക തന്നെ. അവിടെ എഴുതി വെച്ചിട്ടുണ്ടോ 50 കിലോമീറ്ററിന്ന്. അയ്യോ വിട്ടത്തമ്പിട്ടാ പോകും. മഴയും ആ മേലേന്ന് പിടിച്ച റെട്ടാർഡറിൽ നിന്ന് വലിച്ചു. അതുകൊണ്ട് ഇനിയിപ്പോൾ എന്താ അവസ്ഥ, ഇത് നിൽക്കുന്നില്ല, ഒരേ പോക്ക. ബ്രേക്കിൽ കാലായി. ഇനി ഇങ്ങനെ പോവാ. അപ്പോൾ നമ്മൾ ലോഡ് ഇറക്കേണ്ട ലൊക്കേഷനിലേക്ക് ഏകദേശം എത്താനേ 10 കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. എങ്ങോട്ടാണെന്ന് വലിയ തിരുവാടില്ല. നമ്മളെങ്ങോട്ടേലും ഇങ്ങടാ കേട്ടാ, നേരെ തന്നെ. എന്തൊക്കെയോ മാപ്പുകൾ പലതും പല രീതിയിലാണ് കാണിക്കുന്നത്. ഇപ്പോൾ 9 കിലോമീറ്റർ നേരെ. Follow the road for 4 kilometers. After 300 meters, take the exit B36. Then take the exit. Take the exit. Then take the exit. ഇതാളെ വെടിയാക്കലായിപ്പോയല്ല. അയ്യോ കമ്പനി ഫോണ് വെടിയാക്കി നമ്മളെ. കുഴപ്പമില്ല, അടുത്തേ പിടിക്കാം. ചില സമയത്ത് ഇങ്ങനെയൊക്കെ വഴി തെറ്റിക്കും കേട്ടോ, ചില സമയങ്ങളിൽ. അതായത് എക്സിറ്റ് ഇറക്കി നേരെ അങ്ങോട്ട് കയറ്റി വിടും, അത്ര. വേറെ ഒന്നുമില്ല. ഈ മുമ്പിൽ കണ്ട സിഗ്നലൊക്കെ ഇട്ട് വെച്ചിട്ട് എന്നാ പരിപാടി ചെയ്യുന്നത് മനസ്സിലായിട്ടില്ല. ഇതിലെ റോഡുണ്ട് കേട്ടോ, അതുകൊണ്ടാവും. അങ്ങനെയൊക്കെ ഉണ്ടോ? 60 കിലോമീറ്റർ ലോക്കൽ റോഡ് കയറി. നമ്മളെ ചെറിയ റോഡിലേക്ക് കയറി. ഇനിയിപ്പോൾ അതിലെല്ലാം കറങ്ങി തിരിഞ്ഞ് 5.6 കിലോമീറ്റർ ഉള്ളു സംഭവം. അവിടെ ഒരു ഇതിരിക്കുന്നുണ്ടോ, പഴയ എന്തോ സാധനം, സ്റ്റീം എഞ്ചിനാന്ന് തോന്നുന്നു. ഇവിടെ 50 കിലോമീറ്റർ സ്പീഡ് കേട്ടോ. 100 മീറ്റർ ക്യാമറയൊക്കെ ഉണ്ട്. എന്താ മോനെ ടൗണ്. ഇങ്ങനത്തെ സ്ഥലത്ത് കൂടെ ഒക്കെ വരും കണ്ട, മുമ്പോട്ടൊക്കെ കണ്ട എന്താ രസം നോക്കി.
30 കിലോമീറ്റർ സ്പീഡ് ലിമിറ്റൊക്കെ കാണിക്കുന്നുണ്ട് മുന്നോട്ട് കേട്ടോ. ആളുകളെയൊക്കെ കണ്ട ക്രോസിങ്ങിന് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് കണ്ട. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സിഗ്നലായാൽ മാത്രമേ അവർ പോവുള്ളൂ, അല്ലെങ്കിൽ അവർ പോകാൻ നിൽക്കില്ല. നമുക്ക് സിഗ്നലായാൽ നമ്മളും പോവുള്ളൂ കേട്ടോ, അല്ലാണ്ട് നമ്മളും പോവില്ല. ഇപ്പം നമ്മൾ ഇടത്തെ ട്രാക്കിലുള്ള നമ്മൾ വലത്തെ ട്രാക്കിലേക്ക് മാറണം. ഇനി നമ്മുടെ ട്രാക്ക് വലതാണ്. എന്നാലും ഇത് ഇങ്ങനെ ടൗണിൻ്റെ ഉള്ളിലുള്ളൊരു കമ്പനിയാണ്. നാളെ വന്നാൽ മതി ട്രക്കിൻ്റെ കളിയാള്. ഒരു പട തന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നല്ലോ കാറൊക്കെ. എന്താ സ്ഥലമെന്ന് കണ്ടോ ഫ്രണ്ടിൽ. മരമൊക്കെ വെച്ച് പിടിപ്പിച്ച് നല്ല അടിപൊളി കേട്ടോ, സെറ്റപ്പ് സ്ഥലം. 22 മിനിറ്റേ ഉള്ളു ഇനി ഡ്രൈവിംഗ് ടൈം. ഈ കമ്പനി ഞാൻ വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഇതേ കൂട്ട് റോട്ടിൽ കൂടെ പണ്ട് ഞാൻ വന്നിട്ടുണ്ട്. വന്ന പോലെ തോന്നുന്നു, അറിയില്ല നോക്കാം. ഓ, നമ്മളെ സ്പീഡ് കൂടുതല. ഇതിനകത്ത് 30 സ്പീഡ്, മറന്നുപോയി. 30 പോവാ. എന്താ അടിപൊളി ബിൽഡിംഗ് കണ്ട. സന്തോഷ് ജോർജ് കുളങ്ങരയൊക്കെ പറഞ്ഞ സൈസ് ബിൽഡിങ്ങുകൾ കേട്ടാ. എന്ത് രസമെന്ന് നോക്കിയാൽ കാണാൻ വേണ്ടി. അടിപൊളി, സൂപ്പർ. ബസ്സെല്ലാം കറങ്ങി പോകുന്നുണ്ടോ, എന്ത് രസം. ചെറിയ സ്ഥലം കേട്ടാ. ലൊക്കേഷനിലേക്ക് എത്തുന്ന ഒരുമാതിരി വളഞ്ഞ് തിരിഞ്ഞ് ഒരുമാതിരി പ്രാന്താവുന്ന സൈസ് റോഡാ കേട്ടോ. ചില ആളുകൾ ഇങ്ങനെയുള്ള റോഡുകൾ വന്നു കഴിയുമ്പോൾ പേടിച്ച് പണ്ടാറടങ്ങും. നമ്മൾ പേടിക്കൂല, അത് വേറെ കാര്യം. പോലീസ് വന്നാലേ പേടിക്കുള്ളൂ, അല്ലെങ്കിൽ പേടിക്കൊന്നുമില്ല. ഇതുവരെ വേണ്ട റോഡൊന്നും കണ്ടിട്ടില്ല. എന്നാ അടിപൊളി ബിൽഡിങ്ങാന്ന് നോക്കി. അല്ല അടിപൊളി ബിൽഡിങ്ങുകൾ കേട്ടാ. കിട്ടില്ല, ഹോട്ടലുണ്ട് ഇവിടെ. പുതിയതും പഴയതും ഒക്കെ ആയിട്ടുള്ള ബിൽഡിങ്ങുകൾ. ഇതെല്ലാം പുതുമ റിനോവേറ്റ് ചെയ്ത് സംഭവങ്ങളാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. ഇതാണ് അടിപൊളിയാണ്. നമുക്ക് സിഗ്നൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അതുകൊണ്ട് നമ്മളിങ്ങനെ നൈസായിട്ട് പോകുന്നുണ്ട്. സ്പീഡ് ലിമിറ്റ് 30 കേട്ടോ. ബസ് ട്രാക്കൊക്കെ കണ്ടോ വലതുവശത്ത് ഇട്ടിരിക്കുന്നത്. ആ ട്രാക്കിൽ ബസ് മാത്രം. വേറെ എന്താ ലുക്ക് സ്ഥലം. ഞാൻ ഇതിലെ വന്നിട്ടുണ്ട് കേട്ടോ. Da ist ein neuer Unfall passiert auf der A7. 300 meters turn right towards എന്താ ഇതൊന്നും നോക്കി. Ostteresian. സ്ഥലങ്ങൾ എന്താ ലുക്കല്ലേ. After 200 meters, keep right, then keep left. ഒരു ഹിന്ദിക്കാരനാണെന്ന് തോന്നുന്നു. എൻ്റെ ദൈവം, എന്നാ റോഡൊക്കെയാണ് ദൈവം. മാസ്മരിയ റോട്ടിൽ കൂടെ നമ്മൾ ട്രെയിലറുമായിട്ട് വന്നിരിക്കുന്നത്. നമുക്ക് അവിടുന്ന് വലത്തേക്കാണല്ലോ കാണുന്നത്. പണി പാലും വെള്ളത്തിലെന്ന് പറഞ്ഞാൽ സെറ്റപ്പാട്ടാ. അവിടെ കണ്ടോ ഇന്ത്യക്കാരെ ഇരിക്കുന്നത്, ആ പച്ച ഡ്രസ്സ്. ഇന്ത്യൻസൊക്കെ ഉണ്ട് കേട്ടോ, ഇഷ്ടംപടി ആൾക്കാരുണ്ട് ഇവിടെയൊക്കെ. മലയാളീസാന്ന് തോന്നുന്നു. അതെ മലയാളീസാ. ഇവിടുന്ന് വലത്തേക്ക്.
ട്രാമെല്ലാം പോകുന്ന റോഡാട്ടാ. സ്പീഡ് കൂടിയാ. എവിടെ ക്യാമറയൊക്കെ ഇരിപ്പുണ്ട്. ട്രാമെല്ലാം വരുന്നുണ്ടാ. എന്ത് രസമല്ലേ, കാണാൻ വൈബാ. നമുക്കത്ര വൈബില്ല. പേടിയില്ല കേട്ടാ, ഇതിൽ വേണമെങ്കിൽ പോവും, പേടിയൊന്നുമില്ല. ഉം. 15 മിനിറ്റേ ഉള്ളൂ. 3 കിലോമീറ്റർ. അടുത്ത ട്രാം വരുന്നത് കണ്ടോ മുമ്പിൽ നിന്ന്. ഇതേ വീണ്ടും ട്രാം. ഓ ദൈവമേ, ഒരു കാരണവശാൽ ഈ സമയത്ത് ഇങ്ങോട്ട് വന്ന് കയറാൻ പാടില്ല എന്ന് തോന്നുന്നു. അതേക്കൂട്ട് സ്ഥലമാണ്. ഒരു ട്രാം പോയി അതിൻ്റെ തൊട്ട് ബേക്കിലടുത്തത്. അത് അങ്ങോട്ടാ കേട്ടാ. ഓ ഇതെന്ത് ഇത്, തലങ്ങും വിലങ്ങും ട്രാമുകളാണ്. ട്രാമുകളെ കൊണ്ട് ഏറുകളിയാ. പോലീസ് വണ്ടി എല്ലാം പുറകെ വരുമോ ക്യാമറയൊക്കെ ഇരിക്കുന്ന പണ്ടറങ്ങാൻ വേണ്ടി? എന്താ റോഡ്, അതിമനോഹരമായ സ്ഥലങ്ങളാ. After 600 meters, ഇങ്ങനെയുള്ള സ്ഥലത്ത് 30 കിലോമീറ്റർ സ്പീഡ് ഒരു ക്യാമറ ഐലിയിലെല്ലാം വെച്ചിട്ടുണ്ടാവും. നമുക്ക് അടിയുകയും ചെയ്യും കേട്ടോ നോക്കിപ്പോയില്ലേ. എന്താ സ്റ്റൈല് സ്ഥലം. മരമെല്ലാം കണ്ട. സൈക്കിളൊക്കെ ഇങ്ങനെ പോകും കേട്ടോ. അത് സൈക്കിൾ ട്രാക്കാണ്. മഞ്ഞൊക്കെ കത്തി. അവിടെ ബോർഡുണ്ട്, ട്രക്ക് നോട്ട് അലൗഡ്. എന്താണ് അങ്ങനെ വന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. now keep left, then turn right. After 200 meters, keep right towards Half-and-One. മലയാളീസ് ആണോ അത്? അല്ല, അവരൊക്കെ ചൂടെടുത്തിട്ട് ഇതാകുന്ന കണ്ടാ. ഈ സമയത്ത് ഇവിടെ ചൂട് 22 ഉള്ളൂ കേട്ടോ. ടെമ്പറേച്ചർ സോറി മാറിപ്പോയി. അവിടെ നോൺട്രി ബോർഡ് കത്തട്ടാ. എന്താണ് സംഭവം? ഇതെല്ലാം കാണിക്കുന്നുണ്ട് ഇതിലെ, പക്ഷെ എന്താണ് സംഭവം എന്ന് അറിയില്ല. ഒരു വള്ളം ഇരിക്കുന്ന നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാന്ന് തോന്നുന്നു. After 100 meters, turn right. എൻ്റെ മോന, ഇവിടുന്ന് വലത്തേക്കാ. എന്താ ഇത്? Now keep right. അത് വലിയ ടൗണാ കേട്ടോ മുമ്പോട്ട്. After 2 kilometers, turn left, and then you will reach your destination. അപ്പം നമ്മൾ ജർമ്മനിയിൽ ചെറുങ്ങനെ പെട്ടിട്ടുണ്ട്. ടെറർ റോട്ടിൽ കൂടെ പോകുന്നത്. കുഴപ്പമൊന്നുമില്ലെന്ന് തോന്നുന്നു. നോക്കിയാൽ മുമ്പോട്ടെല്ലാം നോക്കിയാൽ എന്താ രസം. ചിരിക്കുക, വേറെ വഴിയൊന്നും ഇല്ലാട്ടാ. പെർമിഷൻ ഒന്നും ഇല്ലെന്ന് തോന്നിയില്ലേ. തട്ടുവോ വേണ്ടാരോ. എന്നാലും ഇങ്ങനത്തെ റോട്ടിൽ കൂടെ ഒക്കെ വിട്ടാൽ എന്താന്ന്. ട്രക്ക് വരുന്നുണ്ട്. ശകലം ചെറിയ ട്രക്കാണ്, നമ്മുടെ വലിയ വണ്ടിയാ. പൊന്നു ചേട്ടാ, കൊണ്ട തട്ടിച്ചേക്കല്ല, കയ്യില്ല.
ഇതേ വലിയ വണ്ടി കിടക്കുന്നു. നമ്മൾ പുറത്തിറങ്ങിയെന്ന് തോന്നുന്നു കേട്ടോ. എന്നാലും എന്താ അങ്ങനത്തെ റോട്ടിൽ കൂടെ ഒക്കെ വിട്ടാ നമ്മളെ? ഇന്നാള് ഞാൻ ഇതേപോലെ ഒരു റോട്ടിൽ കൂടെ വന്നിട്ട് എന്നെ ഇങ്ങോട്ട് പാസ്സാക്കി വിട്ടില്ല. അതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. റോഡേ അത് തന്നെ ഇതാ ഈ റോഡ് ബ്ലോക്കാക്കി വെച്ചിട്ടുണ്ട. ഇപ്പം മനസ്സിലായി കേട്ടാ. ഓക്കെ, പറപ്പിക്കൽ തന്നെ എത്തി കമ്പനി എത്തി. ഇത് ഞാൻ വന്നിട്ടുണ്ട് കമ്പനി. ഞാനതാ പറഞ്ഞത്, ഞാൻ ആ റോട്ടിൽ കൂടെ വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ കമ്പനി ആക്രി റോഡിലൊക്കെ വിട്ടിട്ട് സംഭവം സെറ്റാക്കി വിട്ടിരിക്കുന്ന. അപ്പം ആ കമ്പനിയിൽ നാളെ രാവിലെ ലോഡ് ഇറക്കുള്ളൂ കേട്ടോ. ഒരു ചെറിയൊരു കമ്പനിയാണത്. ഞാൻ ഇന്നാളൊരു റീലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് പോസ്റ്റ് ചെയ്തില്ല. ട്രെയിൻ പോയതാണ്ടോ മേലെ കൂടെ, എന്താ രസം. After 600 meters, turn left onto Lansungen Strasse and then you will reach your destination. മോനെ പതുക്കെ പോയാൽ മതി. എവിടെയാണ് ക്യാമറ എന്നൊന്നും പറയാൻ പറ്റില്ല. വെച്ചിട്ടുണ്ട് പണി പോളും. ഫുള്ള് കൺസ്ട്രക്ഷൻ്റെ പരിപാടികളാട്ടോ. മണലാന്ന് തോന്നുന്നു ഇവിടെ. അതെ, മണൽ മാഫിയാന്ന് തോന്നുന്നു കേട്ടോ ഇവിടെ. മണൽ മാഫിയകളെ കൊണ്ട് ഒരു രക്ഷയില്ല. കണ്ട മണല് കണ്ട. ഇമാര് ഇവിടായിപ്പാന്ന് തോന്നുന്നു. കല്ലും മണ്ണും മാത്രമല്ലേ കാണുന്നുള്ളൂ. After 200 meters, turn left, then turn right. എൻ്റെ ഇവിടുന്ന് ലെഫ്റ്റ്. നല്ല മണ്ണൊന്നും അല്ലെന്ന് തോന്നുന്നു കേട്ടോ. Left, then turn right. Now turn left and then you will reach your എന്താ destination. പുതിയ ആൾക്കാരൊക്കെ വരുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇങ്ങനത്തെ സ്ഥലത്ത് കൂടെ ഒക്കെ ആയിരിക്കും നമ്മൾ പോകേണ്ട വരിക. അപ്പം നമ്മൾ ചെറുങ്ങനെ പേടിക്കും. പേടിപ്പിക്കുന്നതല്ല കേട്ടോ, നമ്മൾ ഒരിക്കലും പേടിപ്പിക്കുന്നതല്ല. വണ്ടി കറക്റ്റാக വരുള്ളൂ. അങ്ങനെ ശ്രദ്ധിച്ചെടുത്തില്ലേ അങ്ങനത്തെ റോഡുകളുണ്ട് ഇവിടെ. അത് പറയാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഇതാക്കുന്നതൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമ്മൾ വരേണ്ടി വരിക. അന്നേരം ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇതേ നമ്മുടെ ഒരു ഗബൻസ്കീൻ്റെ വണ്ടി മുമ്പിൽ കിടപ്പുണ്ട്. അവിടെ കിടപ്പുണ്ട്. എന്താ അവസ്ഥ എന്നറിയത്തില്ല. ലോഡ് ഇറക്കുവാന്ന് അറിയില്ല. You have reached your destination. Enter a restricted area. അതിനിടയ്ക്ക് ഏതോ ഒരു വേട്ടാവളിയും കൊണ്ട് വണ്ടി ഇങ്ങനെ ക്രോസാക്കി വെച്ചിട്ട് ഇതെന്ത് ഇങ്ങനെയല്ല വെക്കേണ്ടത്. നമുക്ക് ഇങ്ങനെ നേരെ തലതിരിച്ച് ഇങ്ങോട്ടാ വെക്കണ്ട കേട്ടോ. പക്ഷെ അതെന്താ സംഭവം ആ പുള്ളി അറിയില്ലായിരിക്കും ചിലപ്പോൾ. ആദ്യം നമുക്ക് റിസ്ക് എടുത്ത് വെക്കാം, അല്ലാണ്ട് ഇപ്പോൾ ആളെയൊന്നും കാണാനില്ല. ടയറിൻ്റെ അവസ്ഥ എന്താ നോക്കട്ടെ.
അത് കിട്ടുമോ? ടയറിലും പൊട്ടും പണ്ടാരം ചിലപ്പേ. അപ്പോൾ നമ്മളിവിടെ എത്തി. എന്താണെന്നറിയത്തില്ല, ബാക്കൊന്ന് പോയി നോക്കണം. തൽക്കാലം ഇവിടെ നിൽക്കട്ടെ. അത് കഴിഞ്ഞിട്ട് പേപ്പറെല്ലാം കൊണ്ട് കാണിച്ചിട്ട് പതുക്കെ വന്നിട്ട് നമുക്ക് പരിപാടിയാക്കാം. വിശക്കാനും തുടങ്ങി. നമ്മുടെ ചങ്ങയാണ് കേട്ടോ, ദൽജിത്ത്. അപ്പോൾ നമ്മളിവിടെ വന്നപ്പോൾ നമ്മൾ കണ്ടതാണ് ഇവിടുന്ന് വണ്ടി. ഇത് പുള്ളി ഓടിക്കുന്ന വണ്ടി. കഴിയുമ്പോൾ പുള്ളീൻ്റെ കൂടെ ചായയൊക്കെ വെച്ച് കുടിക്കണം. പഞ്ചാബ് എവിടെ? പഞ്ചാബ് ചണ്ഡീഗഡ് പാസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ കൂടെ കുടിക്കോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ ശരി.